നമസ്കാരം. രണ്ടാമത്തെ നമ്മൾ ചർച്ച ചെയ്യേണ്ട ചിത്രം രാജാ രവിവർമ്മ എന്ന് പറയുന്ന മലയാള ചിത്രകാരൻ്റെതാണ്. രാജാ രവിവർമ്മ ജീവിച്ചിരുന്ന കാലഘട്ടം 1848 അദ്ദേഹം ജനിക്കുന്നത്. 1906 അദ്ദേഹം അന്തരിക്കുകയും ചെയ്തിട്ടുണ്ട്. ആ കാലഘട്ടം ഒരു വളരെ പ്രധാനപ്പെട്ടതാണ്. രാജാ രവിവർമ്മ കിളിമാനൂർ കൊട്ടാരത്തിലെ രാജകുമാരനായിരുന്നു. രാജകുമാരൻ്റെ ജോലി രാജ്യം ഭരിക്കുക എന്നതാണ്. അന്നത്തെ കാലത്ത് കേരളത്തിൽ ചാതുർവർണ്ണ വ്യവസ്ഥകൾ വളരെ ശക്തമായി നിലനിന്നിരുന്ന ഒരു കാലഘട്ടമാണ്. എന്ന് പറഞ്ഞാൽ മനുഷ്യനെ ജാതികളുടെ അടിസ്ഥാനത്തിൽ തട്ടുതട്ടുകളായി തിരിക്കുകയും ഓരോ ജാതിക്കാരനും അവൻ്റെ പാരമ്പര്യ തൊഴിൽ മാത്രം ചെയ്തു പോവുകയും ചെയ്ത ഒരു കാലത്ത്, എല്ലാ ജോലികളും ചെയ്യാൻ എല്ലാവർക്കും സ്വാതന്ത്ര്യമില്ലായിരുന്നൊരു കാലത്ത്, ഏറ്റവും അടിസ്ഥാന വർഗമായ കമ്മാളർ എന്നൊക്കെ വിളിക്കുന്ന ജാതി വ്യവസ്ഥയിലെ വിഭാഗക്കാർ ചിത്രം വരയ്ക്കുകയും ശില്പമുണ്ടാക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരുന്ന ഒരു കാലത്താണ് ജാതി വ്യവസ്ഥയിൽ ഏറ്റവും മുകളിൽ നിന്ന് രാജ്യം ഭരിക്കുന്ന ഒരു രാജകുമാരൻ ഏറ്റവും അധസ്ഥിതന്റെ ചിത്രരചന ജോലി സ്വീകരിച്ചത് എന്ന് പറഞ്ഞൊരു യാഥാർത്ഥ്യം അവിടെയുണ്ട്. അതുകൊണ്ട് തന്നെ രാജാ രവിവർമ്മ അറിയപ്പെടുന്നത് ചിത്രകാരന്മാർക്കിടയിലെ രാജാവും രാജാക്കന്മാർക്കിടയിലെ ചിത്രകാരനും എന്നാണ്. കാരണം അന്നത്തെ ഒരു സാമൂഹിക വ്യവസ്ഥ അനുസരിച്ച് ഒരു രാജാവും ഈ ചിത്രകാരൻ്റെ പണി ചെയ്യില്ല. കാരണം ചിത്രകാരൻ്റെ പണി ചെയ്യേണ്ടിയിരുന്നത് സമൂഹത്തിലെ ഏറ്റവും താഴെക്കിടയിലുള്ള ഈ കമ്മാളർ പോലുള്ള ആളുകളാണ്. അവർ ചിത്രം വരയ്ക്കേണ്ട സമയത്ത് ചിത്രം വരയ്ക്കുകയും അല്ലാത്ത സമയത്ത് അമ്മിക്കല്ല് കൊത്താൻ പോവുകയൊക്കെ ചെയ്യുന്ന ഒരു കാലഘട്ടമായിരുന്നു അത്. നിങ്ങൾ പെരുന്തച്ചൻ സിനിമ കണ്ടിട്ടുണ്ടാവും. അതിൽ കൃത്യമായി പറയുന്നൊരു കാര്യമുണ്ട്. കല്ലും മരവും ദേവനും ദേവിയും ഒക്കെ ആയിക്കഴിഞ്ഞാൽ പിന്നെ തച്ചൻ തൊടാൻ പാടില്ല, അത് അശുദ്ധമാകും എന്ന് പറയുന്ന ആ ഒരു കാലത്താണ് രാജാ രവിവർമ്മ എന്ന് പറഞ്ഞ രാജകുമാരൻ ചിത്രം വരയ്ക്കുന്നത്. ഇംഗ്ലണ്ടിൽ നിന്ന് വന്ന തിയഡോർ ജേൺസൺ എന്ന് പറയുന്ന ഒരു ചിത്രകാരനിൽ നിന്നാണ് ചിത്രരചനയുടെ എണ്ണച്ചായ ചിത്രരചനയുടെ ബാലപാഠങ്ങൾ രാജാ രവിവർമ്മ അഭ്യസിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഒരു ശൈലിയെ ഒരു ഇൻഡോ യൂറോപ്യൻ ശൈലി എന്നാണ് എന്ന് പറഞ്ഞാൽ ബ്രിട്ടീഷുകാരൻ ഭരിക്കുന്ന കാലത്ത് ഇന്ത്യയിൽ മൊത്തം ഉണ്ടായിരുന്ന ഒരു ധാരണ ചിത്രകല എന്ന് പറയുന്നത് യൂറോപ്യൻസിൻ്റെതാണ്. ഇപ്പോൾ യൂറോപ്യന്മാരാണ് ചിത്രം വരയ്ക്കാൻ യോഗ്യരായവർ എന്നൊക്കെ പറഞ്ഞൊരു കാലത്താണ് യൂറോപ്യൻസ് വരച്ചിരുന്നതിനെക്കാട്ടിലും മികച്ച രീതിയിൽ രാജാ രവിവർമ്മ ചിത്രങ്ങൾ വരച്ചു തുടങ്ങുന്നത്. ഒരു ഇൻഡോ യൂറോപ്യൻ ശൈലി എന്നൊക്കെ നമുക്ക് അതിനെ പറയാം. എന്ന് പറഞ്ഞാൽ യൂറോപ്യൻസിൻ്റെ ചിത്രരചനാ ശൈലിയും അതിൻ്റെ ഉപയോഗിച്ചിരുന്ന കൺസെപ്റ്റ് അഥവാ കണ്ടന്റ് നമ്മുടെ പാരമ്പര്യ ഗ്രന്ഥങ്ങളായ മഹാഭാരതം, രാമായണം തുടങ്ങിയ ഗ്രന്ഥങ്ങളിൽ നിന്നുള്ള ദൃശ്യങ്ങളൊക്കെയാണ് രാജാ രവിവർമ്മ ചിത്രീകരിച്ചത്. അതല്ലാതെ തന്നെയും അദ്ദേഹം കുറേ ചിത്രങ്ങൾ ചെയ്തിട്ടുണ്ട്. എണ്ണച്ചായം ഇന്ത്യയിൽ ആദ്യമായി ഉപയോഗിച്ചൊരു ചിത്രകാരൻ ഒരു പക്ഷേ രാജാ രവിവർമ്മയായി. ചിത്രത്തിൻ്റെ അടിയിൽ രവിവർമ്മ എന്നെഴുതി ഒപ്പിട്ടൊരു മനുഷ്യൻ രാജാ രവിവർമ്മയായിരിക്കും. കാരണം അതിനു മുൻപ് ഒരു ചിത്രത്തിൻ്റെ അടിയിലും സ്വന്തം സിഗ്നേച്ചർ ഇടാൻ ഒരു ചിത്രകാരനും അവകാശമുണ്ടായിരുന്നില്ല. ചിത്രങ്ങൾ എന്ന് പറയുന്നത് മ്യൂറൽ പെയിൻറ്റിങ്ങുകളൊക്കെ ആയിരുന്നു. അത് ക്ഷേത്രത്തിൻ്റെ ഉള്ളിലും കൊട്ടാരങ്ങളുടെ ഉള്ളിലുമൊക്കെയാണ് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ സാധാരണക്കാരനത് കാണാനും അവസരം ഉണ്ടായിരുന്നില്ല. അത്തരം ഒരു ഘട്ടകാലത്താണ് രാജാ രവിവർമ്മ ചിത്രകലയെ തൻ്റെ തൊഴിലായി സ്വീകരിച്ചുകൊണ്ട് ചിത്രരചന, സജീവ ചിത്രരചന നടത്തുന്നത്. അതുകൊണ്ട് തന്നെ കേരള ചിത്രകലയുടെ നവോത്ഥാനം എന്ന് പറയുന്നത് രാജാ രവിവർമ്മയുമായി ബന്ധപ്പെട്ടാണ് എന്ന് പറയാതെ വയ്യ. അദ്ദേഹത്തിൻ്റെ വളരെ പ്രശസ്തമായ ഹിയർ കംസ് പപ്പ, ദാ അച്ഛൻ വരുന്നു എന്ന് പറയുന്നൊരു ചിത്രമാണ് നമുക്ക് ഈ ചിത്രവായനയ്ക്കായി ഇതിൽ തന്നിട്ടുള്ളത്. നമ്മൾ എങ്ങനെയാണ് ഈ ചിത്രത്തെ ഒന്ന് നോക്കിക്കാണുക? 1893 രാജാ രവിവർമ്മ ദാ അച്ഛൻ വരുന്നു എന്ന ചിത്രം ചെയ്യുന്നത്. ഈ ചിത്രത്തിൻ്റെ സൈസ് 125 സെൻറ്റിമീറ്റർ ഹൈറ്റും 81 സെൻറ്റിമീറ്റർ വീതിയുമുള്ള ഒരു എണ്ണച്ചായ ചിത്രമാണ്. ഈ ചിത്രത്തിലെ കണ്ടന്റ് അഥവാ കൺസെപ്റ്റ് എന്ന് പറയുന്നത് അന്നത്തെ ആഢ്യ വംശത്തിലുള്ള ഒരു സ്ത്രീ, അവരുടെ വേഷം കണ്ടാൽ അറിയാൻ നല്ല മിന്നുന്ന കസവ് പിടിപ്പിച്ച മേൽമുണ്ടും ഒക്കെയാണ് അവർ ധരിച്ചിരിക്കുന്നത്. അവരുടെ കഴുത്തിലും കയ്യിലും ഒക്കെയായി ഒത്തേറെ ആഭരണങ്ങൾ ഇട്ടിട്ടുണ്ട്. മുടിക്കെട്ടിൽ മുല്ലപ്പൂ ചൂടിയിട്ടുണ്ട്. അവരുടെ മടിയിൽ ഒരു കുട്ടി ഇരിപ്പുണ്ട്. ഒരു കുട്ടിയെ കൊണ്ടാണ് അവർ നിൽക്കുന്നത്. ആ കുട്ടിയെ നമ്മൾക്ക് കണ്ടാൽ അറിയാം ഏറ്റവും ഉന്നത കുലജാതയായ കുട്ടിയാണ്. നിറയെ ആഭരണങ്ങളുണ്ട്, കയ്യിലും കഴുത്തിലും ഒക്കെ ആഭരണങ്ങളുണ്ട്. വില കൂടിയ വസ്ത്രങ്ങളൊക്കെ ധരിച്ചിട്ടാണ് അവർ നിൽക്കുന്നത്. താഴെയായി ഒരു നായ സൈഡിലേക്ക് നോക്കിയിരിക്കുന്നുണ്ട്. ആ നായ നമ്മുടെ നാട്ടിലുള്ള നായയല്ല, അതൊരു പോമറേനിയൻ പട്ടിയെ പോലെയാണുള്ളത്. അത് വിദേശിയാണ്. ഈ ചിത്രം അദ്ദേഹം എണ്ണച്ചായത്തിലാണ് ചെയ്തിരിക്കുന്നത്. 1893 അദ്ദേഹം കാൻവാസിൽ എണ്ണച്ചായം ഉപയോഗിച്ച് ഈ ഹിയർ കംസ് പപ്പ എന്ന് പറഞ്ഞൊരു ചിത്രം ചിത്രീകരിച്ചിരിക്കുന്നത്. ഈ ചിത്രവുമായി ബന്ധപ്പെട്ട് നമ്മൾ എങ്ങനെയാണ് ആ കാലഘട്ടത്തെ വായിക്കുക? അതിലെ ഒരു രസകരമായ വസ്തുത ചരിത്ര നിരീക്ഷകരൊക്കെ പറയുന്ന അന്നത്തെ കാലത്ത് ഒരമ്മയും തൻ്റെ കുഞ്ഞിനെ എടുത്തുകൊണ്ട് അച്ഛൻ വരുന്നത് നോക്കി നിൽക്കില്ലായിരുന്നു എന്നാണ്. ഈ ചിത്രത്തിന് മോഡലായിരിക്കുന്നത്, മാതൃകയായത് അദ്ദേഹത്തിൻ്റെ പുത്രിയായ മഹാപ്രഭാ തമ്പുരാട്ടിയാണ്. മഹാപ്രഭാ തമ്പുരാട്ടിയും മൂത്ത മകനായ മാർത്താണ്ഡവർമ്മയാണ് അദ്ദേഹത്തിൻ്റെ കയ്യിലിരിക്കുന്നത്. തിരുവനന്തപുരത്തെ കവടിയാർ കൊട്ടാരത്തിൽ ഇപ്പോഴും ഈ ചിത്രം സുരക്ഷിതമായി സൂക്ഷിച്ചിട്ടുണ്ട്. നമുക്ക് പോയാൽ കാണാവുന്നതാണ്. അദ്ദേഹത്തിൻ്റെ മകളും
മകളുടെ മൂത്ത മകനുമാണ് ഈ ചിത്രത്തിൽ മോഡലായിരുന്നത്. പിന്നെ ഈ ചിത്രത്തിലേക്ക് വരാം. ഞാൻ പറഞ്ഞു, അന്നത്തെ കാലത്ത് ഒരു അമ്മയും തൻ്റെ കുട്ടിയെ എടുത്തുകൊണ്ട് അച്ഛനെ കാത്തു നിൽക്കാറില്ല എന്ന് പറയുന്നുണ്ട്. കാരണം അന്ന് മരുമക്കത്തായ സമ്പ്രദായം നിലനിന്ന സമയമാണ്. മരുമക്കത്തായം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമുക്കറിയാം, എൻ്റെ അപ്പന് ഒരു 2 ഏക്കർ റബ്ബറും 2 വീടും ഉണ്ടെങ്കിൽ ഞങ്ങൾ 2 മക്കളാണെങ്കിൽ അപ്പൻ്റെ കാലശേഷം ഈ സ്വത്ത് ഞങ്ങൾക്ക് 2 പേർക്കും തുല്യമായി വിധിക്കപ്പെടും. ആണും പെണ്ണും വ്യത്യാസമില്ല. അത് മക്കത്തായമാണ്. അച്ഛനുള്ള സ്വത്തുകൾ മക്കൾക്ക് കൊടുക്കും. പക്ഷെ അന്ന് മരുമക്കത്തായമാണ്. മരുമക്കത്തായ സമ്പ്രദായത്തിൽ അച്ഛന് സ്വത്തുണ്ടെങ്കിൽ മക്കൾക്കൊന്നും കിട്ടില്ല, പകരം പെങ്ങളുടെ മക്കൾക്കാണ് കിട്ടുക, മരുമക്കൾക്കാണ് കൊടുക്കുക. അപ്പോൾ അതാണ് പറയുന്നത്, ഒരു അമ്മയും കുട്ടിയെയും എടുത്തുകൊണ്ട് അച്ഛനെ നോക്കി നിൽക്കില്ല, പകരം അമ്മാവനെ നോക്കി നിൽക്കൂ. സ്വന്തം കുട്ടിക്ക് ഒരു മിഠായി വേണമെങ്കിൽ അത് അമ്മാവൻ വരണം. ഈ മരുമക്കത്തായ സമ്പ്രദായത്തോട് രാജാരവിവർമ്മക്ക് വലിയ എതിർപ്പായി. മരുമക്കത്തായമല്ല, വിദേശങ്ങളിലൊക്കെ പോലെ മക്കത്തായ സമ്പ്രദായമാണ് ഇന്ത്യയിൽ വരേണ്ടതെന്നും അല്ലെങ്കിൽ കേരളത്തിൽ വരേണ്ടതെന്നും വിശ്വസിച്ചിരുന്ന വളരെ വിപ്ലവകരമായ ഒരു ചിന്ത മനസ്സിൽ പേറിയിരുന്ന ഒരു മനുഷ്യനാണ് രാജാരവിവർമ്മ. ആ ചിന്തയുടെ പ്രതിഫലനമായിട്ടാണ് അദ്ദേഹം ഈ ഹിയർ കംസ് പപ്പ എന്ന് പറഞ്ഞ ചിത്രം വരച്ചതെന്നും യഥാർത്ഥത്തിൽ അന്നത്തെ വീട്ടിലെ അച്ഛന്മാരുടെ അവസ്ഥ ഈ നായക്ക് തുല്യമായിരുന്നു എന്നുമൊക്കെ തമാശ രൂപേണ പറയുന്നുണ്ട്. കാരണം അമ്മാവൻ്റെ കയ്യിലാണ് പൈസ ഉണ്ടാവുക, അമ്മാവനാണ് കുട്ടികൾക്ക് ആവശ്യമായ സാധനം കൊണ്ടുവരിക, അച്ഛനൊന്നും കൊണ്ടുവരില്ല. അപ്പോൾ ആ ഒരു ദുരവസ്ഥയിൽ മനം നൊന്നിട്ട് ആ ഒരു ശൈലി മാറണം എന്ന് ലോകത്തോട് വിളിച്ചു പറയാൻ വേണ്ടിയാണ് രാജാരവിവർമ്മ ഹിയർ കംസ് പപ്പ എന്ന് പറഞ്ഞ ചിത്രം ചെയ്തത് എന്ന് പറയുന്നൊരു ചിന്തയും കൂടെ ഇതിൻ്റെ ഭാഗമായി ഉണ്ട് എന്ന് ഞാൻ ഓർമ്മിപ്പിക്കുന്നു. മറ്റൊരു ചിത്രം നോർവീജിയൻ ചിത്രകാരനായ എഡ്വേർഡ് മങ്ക് രചിച്ച ദ സ്ക്രീം, നിലവിളി എന്ന് പറഞ്ഞൊരു ചിത്രം. 1863 ഡിസംബർ 12-നാണ് എഡ്വേർഡ് മങ്ക് ജനിക്കുന്നത്. മനഃശാസ്ത്രപരമായ ആശയങ്ങളോട് അങ്ങേറ്റം താല്പര്യം പുലർത്തിയിരുന്നതാണ് എഡ്വേർഡ് മങ്ക്. ചിത്രകലയിൽ ഒരു പ്രധാന സങ്കേതമായി എക്സ്പ്രഷനിസത്തിൽ, ഞാൻ നേരത്തെ പറഞ്ഞു പാബ്ലോ പിക്കാസോ ചിത്രം വരച്ചത് ക്യൂബിസത്തിലാണ്, രാജാരവിവർമ്മ ചിത്രം വരച്ചത് ഇൻഡോ യൂറോപ്യൻ ശൈലിയിലാണ് അല്ലെങ്കിൽ റിയലിസത്തിലാണ്. എഡ്വേർഡ് മങ്ക് ചിത്രം വരച്ചത് എക്സ്പ്രഷനിസം എന്ന് പറഞ്ഞ രീതിയിലാണ്. അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രശസ്തമായ ചിത്രമാണ് ദ സ്ക്രീം അഥവാ നിലവിളി. ആധുനിക ലോകത്തിന്റെ വൈകാരിക സംഘർഷങ്ങളെ രേഖപ്പെടുത്തുന്ന ചിത്രമായിട്ടാണ് ദ സ്ക്രീം അറിയപ്പെടുന്നത്. ആ ചിത്രം കണ്ടാൽ നമുക്കറിയാം, ഒരു ചുവപ്പും നീലയും കലർന്ന വയലറ്റ് കലർന്ന ഒരു ആകാശം, ഒരു പുഴയുടെ മുകളിലൊരു പാലത്തിലാണ് ദൃശ്യം, 2 പേർ പിറകിൽ നിന്ന് വരുന്നുണ്ട്. ഈ വെള്ളം ചുവന്ന് കലങ്ങി ഒഴുകുന്ന വെള്ളമാണ്. തലയോട്ടിയോട് സാദൃശ്യമുള്ള ഒരു മനുഷ്യൻ 2 കൈയും ചെവിയിൽ പൊത്തിക്കൊണ്ട് കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ചിത്രമാണ്. ഈ ചിത്രരചനയിലൂടെ മഞ്ജു തന്റെ പ്രഖ്യാപിത ലക്ഷ്യമായ ആത്മാവിനെ കുറിച്ചുള്ള പഠനം ആണ് നടത്തിയതെന്ന് പറയപ്പെടുന്നുണ്ട്. അദ്ദേഹം പറയുന്നു, സൂര്യൻ അസ്തമിക്കുമ്പോൾ ഞാൻ 2 സുഹൃത്തുക്കളോടൊപ്പം റോഡിലൂടെ നടക്കുകയായിരുന്നു. പെട്ടെന്ന് ആകാശം രക്തം പോലെ ചുവന്നു. ഞാൻ നിർത്തി. എനിക്ക് പറഞ്ഞറിയിക്കാനാവാത്ത ക്ഷീണം അനുഭവപ്പെട്ടു. തീയുടെ നാവുകൾ നീല കലർന്ന കറുത്ത രക്തം പരന്നു. ഞാൻ ഭയന്നു വിറച്ചുകൊണ്ട് പിന്നിൽ നിൽക്കുമ്പോൾ എൻ്റെ സുഹൃത്തുക്കൾ എന്നെ കടന്നുപോയി. അപ്പോൾ പ്രകൃതിയുടെ അതിശയകരമായ അനന്തമായ നിലവിളി ഞാൻ കേട്ടു. ഒരു മനുഷ്യന്റെ ഏറ്റവും ഭീതിജനകമായ മാനസികാവസ്ഥ മുന്നോട്ട് വെക്കുന്ന ഒരു ചിത്രമാണ് എഡ്വേർഡ് മങ്കിന്റെ ദ സ്ക്രീം എന്ന് പറഞ്ഞ ചിത്രം. വൈകാരികമായി ഒരു വല്ലാത്തൊരു എക്സ്പ്രഷൻ ഈ ചിത്രം മുമ്പോട്ട് വെക്കുന്നുണ്ട്. ഇതിനെക്കുറിച്ച് പറഞ്ഞ മറ്റൊരു കഥയുണ്ട്. അത് കഥയാണോ ചരിത്രമാണോ എന്നറിയില്ല. ചിലയിടങ്ങളിൽ ഇത് ചരിത്രമാണെന്നും ചിലയിടങ്ങളിൽ ഇത് കേവലം കഥയാണെന്നും. അത് ഈ പറഞ്ഞ നോർവേജിയയിൽ ഒരു യുദ്ധകാലത്ത്, യുദ്ധത്തിന്റെ ഇടവേളയിൽ എന്ന് പറഞ്ഞാൽ വൈകുന്നേരം യുദ്ധത്തിന്റെ ഇടവേള ഉണ്ടാവുമല്ലോ, എന്ന് പറഞ്ഞാൽ പൗരന്മാർക്ക്, സിവിലിയൻസിന് ബ്രെഡും പാലും ഒക്കെ മേടിക്കാൻ വേണ്ടി കുറച്ച് സമയത്തേക്ക് ബോംബിംഗ് ഒക്കെ നിർത്തി വെക്കുന്ന ഒരു സമയത്ത് ഇദ്ദേഹവും അദ്ദേഹത്തിന്റെ 2 സുഹൃത്തുക്കളും കൂടെ അദ്ദേഹത്തിന്റെ സ്റ്റുഡിയോയിൽ നിന്നൊരു പാലത്തിന്റെ മുകളിലൂടെ ബ്രെഡും പാലും മേടിക്കാൻ വേണ്ടി ഷോപ്പിലേക്ക് പോകുമ്പോൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത പോലെ യുദ്ധ നിയമങ്ങളെയൊക്കെ കാറ്റിൽ പറത്തിക്കൊണ്ടൊരു ബോംബർ വിമാനം ഇവരുടെ തലയ്ക്ക് മുകളിലൂടെ കടന്നുപോയിരുന്നു. കുറച്ച് ദൂരം, കുറച്ച് സ്റ്റെപ്പുകളിലൂടെ വെച്ചപ്പോൾ അതിഭയങ്കരമായൊരു സ്ഫോടന ശബ്ദം കേട്ടു വന്നു. പെട്ടെന്ന് ഒരു വല്ലാത്ത നിലവിളി ശബ്ദം ഉയർന്നു വന്നു. പെട്ടെന്ന് തിരിഞ്ഞു നോക്കിയപ്പോൾ ഈ മനുഷ്യൻ കാണുന്നത് ആകാശമൊക്കെ ചുവപ്പായി, ബോംബിങ്ങിൽ ചിതറിപ്പോയതോ മനുഷ്യന്റെ രക്തം വെള്ളത്തിൽ കലർന്നിട്ട് ചുവന്ന നിറത്തിൽ രക്തം കലർന്ന് വെള്ളം കലങ്ങി ഒഴുകുന്നു. സൂര്യന് പോലും ചുവന്ന നിറം. അപ്പോൾ എവിടെയോ ഒരു നിലവിളി ശബ്ദം ഉണ്ടാവുകയും അത് അത്യുച്ചത്തിൽ ചെവി അടച്ചു പോകുന്ന ശബ്ദത്തിൽ വലുതാവുകയും പിന്നീട് ആ ശബ്ദം കുറഞ്ഞ് ഇല്ലാതാവുകയും ചെയ്യുന്ന ഒരവസ്ഥ ഉണ്ടാകുന്നു. എഡ്വേർഡ് മങ്ക് ഭയന്നു പോകുന്നു. ആരോ മനുഷ്യൻ ചിതറിപ്പോയിരിക്കുന്നു. 2 കൈകളും ചെവിയിൽ പൊത്തിപ്പിടിച്ചുകൊണ്ട് ഈ മനുഷ്യൻ തിരിച്ചെൻ്റെ സ്റ്റുഡിയോയിലേക്ക് ഭ്രാന്തമായി അലറിക്കൊണ്ട് ഓടിപ്പോയെന്നും പിന്നെ ദീർഘകാലം ഇയാൾ വെളിയിലിറങ്ങാതെ ചികിത്സയിലായി പോയെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ വൈകാരികമായി തനിക്കുണ്ടായൊരു ഫീലിംഗ് എങ്ങനെയാണ് ചിത്രത്തിലേക്ക് ആവിഷ്കരിക്കുക എന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് സ്ക്രീം. എങ്ങനെയാണ് ഒരു ആശയം, യുദ്ധത്തിനെതിരെയുള്ള ആശയം, യുദ്ധവുമായി ബന്ധപ്പെട്ടൊരാശയം, മാനസിക സംഘർഷങ്ങളുടെ ആശയം ഈ എഡ്വേർഡ് മങ്ക് മുമ്പോട്ട് വെക്കുന്നത് ഈ ചിത്രത്തിലൂടെ നമുക്ക് മനസ്സിലാവും. ചർച്ച ചെയ്യാൻ പറയുന്നതിൽ ഒരു ചിത്രം സുധീഷിൻ്റെ എ ട്രെയിൻ ഫ്രം ദ പാസ്റ്റ് എന്ന് പറഞ്ഞ ചിത്രമാണ്. ആ ചിത്രം നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ കണ്ടിട്ടുണ്ടാവും. സുധീഷ് കോഴിക്കോടുള്ള
വളരെ ചെറുപ്പക്കാരനായ ഒരു ചിത്രകാരനാണ്. ലളിതകലാ അക്കാദമിയുടെ അവാർഡൊക്കെ നേടിയിട്ടുള്ള മികച്ച ചിത്രകാരന്മാരിൽ ഒരാളാണ്. സുധീഷിൻ്റെ ട്രെയിൻ ഫ്രം ദ പാസ്റ്റ് എന്ന് പറഞ്ഞാൽ ഭൂതകാലത്തിൽ നിന്നും വരുന്ന ഒരു ട്രെയിൻ എന്ന് പറഞ്ഞൊരു ചിത്രമാണത്. ആ ചിത്രം ചിത്രീകരിച്ചിരിക്കുന്നത് കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനാണ്. കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ്റെ കണ്ണൂരേക്ക് പോകുന്ന ഭാഗത്ത് നമ്മൾ ഇരുന്നാൽ മുമ്പിൽ കാണുന്ന ഒരു മേൽപ്പാലവും അതിനപ്പുറത്ത് വന്നിരിക്കുന്ന ഒരു ട്രെയിനുമാണ് ഈ ചിത്രത്തിലുള്ളത്. എന്താണ് ആ ചിത്രത്തിൻ്റെ പ്രതിപാദ്യ വിഷയമെന്ന് നമുക്ക് നോക്കാം. അതിൽ കുറേ ആളുകളുണ്ട് ആ പ്ലാറ്റ്ഫോമിൽ. അതിലിടത്തെ അറ്റത്ത് ഒരു കൂനനായ മനുഷ്യൻ കയ്യിലൊരു വടിയും കുത്തിപ്പിടിച്ച് ഭിക്ഷ തട്ടിക്കൊണ്ടിരിക്കുന്നു. അതിൻ്റെ തൊട്ടിപ്പുറത്തായിട്ട് ഒരു അമ്മ ഒരു കുഞ്ഞിനെയും തോളിലേറ്റിയിട്ട് ഭിക്ഷാടനം നടത്തുന്നു. അന്ധനായ ഒരു മനുഷ്യൻ മറ്റൊരാളുടെ തോളിൽ കൈവച്ചുകൊണ്ട് പാട്ടുപാടി ഉപജീവനത്തിന് ശ്രമിക്കുന്നു. കുറച്ചിപ്പുറത്തായിട്ട് ഒരു മനുഷ്യൻ ഹാർമോണിയം വായിച്ചുകൊണ്ട് പാട്ടുപാടുന്നു. കുപ്പികളിൽ വെള്ളം വെക്കുന്ന ഒരു മനുഷ്യനെ കാണുന്നുണ്ട്. താഴെ ഒരു സ്ത്രീ, തലയിൽ തട്ടമിട്ട ഒരു സ്ത്രീ 4 പേരുള്ള ചെറിയ പലക പോലത്തെ വണ്ടിക്കകത്തിരുന്നിട്ട് ഭിക്ഷയാചിക്കുന്നു. അന്ധനായ ഒരു മനുഷ്യന്റെ തോളിൽ കൈവച്ചുകൊണ്ട് മറ്റൊരു അന്ധൻ ഒരാളെ നയിച്ചുകൊണ്ടിരിക്കുന്നു. എന്ന് പറഞ്ഞാൽ വളരെ ദാരിദ്ര്യം നിറഞ്ഞ, അരക്ഷിതാവസ്ഥ നിറഞ്ഞ ഒരു പ്ലാറ്റ്ഫോമാണ് നമ്മളുടെ മുമ്പിലുള്ളത്. ആ പ്ലാറ്റ്ഫോമിലേക്ക് ഒരു ട്രെയിൻ വന്ന് നിൽക്കുന്നു. ആ ട്രെയിനിൽ നിന്ന് കുറച്ച് പേര് പുറത്തിറങ്ങുന്നുണ്ട്. അതാണ് ആ ചിത്രത്തിൻ്റെ ഹൈലൈറ്റ്. അതിൽ ഒരു വാതിൽ നിന്ന് പുറത്തിറങ്ങുന്നത് ശ്രീബുദ്ധനാണ്, മറ്റൊന്ന് മഹാത്മാഗാന്ധിയാണ്, മറ്റൊന്ന് യേശുക്രിസ്തുവാണ്, മറ്റൊന്ന് നെഹ്റുവാണ്, മറ്റൊന്ന് ഭഗത് സിംഗ് ആണ്. അങ്ങനെ ചട്ടമ്പി സ്വാമികൾ, ശ്രീനാരായണ ഗുരു, ഇങ്ങനെ കുറേ ആളുകൾ ഈ ട്രെയിനിൽ നിന്ന് പുറത്തിറങ്ങിയാണ്. ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഈ ഓരോ ആളുകളും ജനിച്ച കാലഘട്ടത്തിൻ്റെ പ്രത്യേകതകൾ. ഗാന്ധിജി അടിമത്തത്തിലായിരുന്നു, ബ്രിട്ടീഷ് അടിമത്തത്തിലായിരുന്ന ഇന്ത്യയെ മോചിപ്പിക്കാനായി വന്നതാണ്. ബുദ്ധൻ ഈ പറഞ്ഞ ലോക സൗഭാഗ്യങ്ങൾ മുഴുവൻ മിഥ്യയാണെന്നും എന്ന് പറഞ്ഞുകൊണ്ട്, ഇതൊന്നും പ്രയോജനമില്ലാത്തതാണെന്ന് പറഞ്ഞുകൊണ്ട് രാജ്യം തന്നെ ഉപേക്ഷിച്ച് സന്യാസിയായി പോയയാൾ. സുഭാഷ് ചന്ദ്രബോസ് ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ജീവൻ അർപ്പിച്ച മനുഷ്യൻ. യേശുക്രിസ്തു പാപികളായ മനുഷ്യർക്ക് വേണ്ടി ജീവൻ ബലിയർപ്പിച്ച മനുഷ്യൻ. ശ്രീനാരായണ ഗുരു അധസ്ഥിതരുടെ മോചനത്തിനായി പൊരുതിയ മനുഷ്യൻ. ഇങ്ങനെ ഓരോ കാലഘട്ടത്തിലും ഉണ്ടായിരുന്ന അനാചാരങ്ങളെയും അന്ധവിശ്വാസങ്ങളെയൊക്കെ ബ്രേക്ക് ചെയ്യാൻ വേണ്ടി ആ കാലത്തിൽ ഉദയം ചെയ്ത മനുഷ്യരാണ് ഈ ട്രെയിനിൽ നിറങ്ങുന്നത്. എന്ന് പറഞ്ഞാൽ കേരളം നമ്മൾ നേടിയ നവോത്ഥാന മൂല്യങ്ങളെല്ലാം നശിപ്പിച്ചുകൊണ്ട് പിന്നിലേക്ക് സഞ്ചരിക്കുകയാണെന്നും ഈ നവോത്ഥാന നായകരൊക്കെ വീണ്ടും വരേണ്ട ഒരു കാലത്താണ് നമ്മളിപ്പോൾ ജീവിക്കുന്നതെന്നും സുധീഷ് എ ട്രെയിൻ ഫ്രം ദ പാസ്റ്റ് എന്ന് പറഞ്ഞ ചിത്രത്തിലൂടെ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു. വളരെ മനോഹരമായൊരു ചിത്രമാണ്. പറഞ്ഞു വന്നത്, ഈ 4 ചിത്രങ്ങളും, നമ്മൾ ഈ ചർച്ച ചെയ്ത 4 ചിത്രങ്ങളും വളരെ മഹത്തായ ചില ആശയങ്ങൾ നമ്മളുടെ മുന്നിലേക്ക് പറഞ്ഞു തരികയാണ്. അവർ ഓരോന്നും നമ്മളോട് പറയുന്നത് ചില പ്രത്യേക ചിഹ്നങ്ങളിലൂടെയാണ്, ചിഹ്നശാസ്ത്രത്തിലൂടെയാണ്, സെമിയോട്ടിക്സിലൂടെയാണ്. ഇപ്രകാരം ചിഹ്നങ്ങളിലൂടെ ഒരു ആശയം വിശകലനം ചെയ്ത് നമ്മൾക്ക് ചിഹ്നങ്ങളിലൂടെ ഒരു ആശയം വിശദീകരിച്ച് തരുന്നതിനെയാണ് സെമിയോട്ടിക്സ് അഥവാ ചിഹ്നശാസ്ത്രം എന്ന് പറയുന്നത്. നമ്മൾ ഈ ചർച്ച ചെയ്ത ചിത്രകാരന്മാരെല്ലാവരും പല നാടുകളിലും പല ദേശങ്ങളിലും ഉള്ളവരാണ്. അവരുപയോഗിക്കുന്ന ഭാഷ വ്യത്യസ്തമാണ്. പക്ഷേ എന്നാലും അവർ ചിത്രത്തിലൂടെ മുമ്പോട്ട് വെച്ച ആശയം മനസ്സിലാക്കാൻ നമുക്കൊരു ഭാഷയുടെയും സഹായം ആവശ്യമായി വരുന്നില്ല, ഒരു പരിഭാഷകൻ്റെയും സഹായം ആവശ്യമായി വരുന്നില്ല. അതുകൊണ്ട് ചിത്രകലയെ ഒരു അന്തർദേശീയ ഭാഷ അഥവാ ഇൻ്റർനാഷണൽ ലാംഗ്വേജ് എന്ന് വിളിക്കുന്നു. രണ്ടാമത്തെ സെമസ്റ്ററിലെ ആദ്യത്തെ യൂണിറ്റിൻ്റെ ഒരു വളരെ ചെറിയൊരു ഭാഗം മാത്രമാണ് ഞാൻ നിങ്ങൾക്ക് വിശദീകരിച്ചത്. അതിൽ ഗോർണിക്കയെക്കുറിച്ചുള്ള കുറച്ച് വിശദാംശങ്ങൾ മാത്രമേ ടെക്സ്റ്റ് ബുക്കിലുള്ളൂ. ബാക്കി മുഴുവൻ നിങ്ങൾ കണ്ടെത്തേണ്ടതാണ്. നിങ്ങൾക്ക് കണ്ടെത്താനുള്ള എളുപ്പത്തിന് വേണ്ടിയാണ് ഞാൻ കുറേ ആശയങ്ങൾ അതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ച ചെയ്തത്. ഈ ചർച്ച ഇവിടെ അവസാനിക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട സംശയങ്ങൾ നിങ്ങൾക്ക് ചോദിക്കാം. കൂടുതൽ വിശദീകരിച്ച് പറയണമെന്നുണ്ടെങ്കിൽ അതും ആവശ്യപ്പെടാം. ഈ ക്ലാസ് ഇവിടെ അവസാനിക്കുന്നു. നന്ദി.